സോ നമ്മളൊക്കെ വീട്ടുകളിൽ ഫുഡ് വേസ്റ്റ് വലിയൊരു തലവേദനയാണ്. പലപ്പോഴും ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഈ ബാഡ് സ്മെല്ല് വരും, അല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള 1-2 ഡിവൈസ് നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്ന ഡിവൈസാണ്. എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റായിട്ട് വളമായിട്ട് മാറും. ആ വളം നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. വേറെ അതിന് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് അതേപോലെ പുറത്ത് കൊണ്ട് വെക്കാം. എന്നുവെച്ചാൽ വീടിൻ്റെ പുറത്ത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെയും വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ഈ വെള്ളം പുറത്തേക്ക് വളരെ ബാഡ് സ്മെല്ല് വരുന്ന വെള്ളം അങ്ങനത്തെ കാര്യങ്ങളും പുറത്തേക്ക് വരില്ല. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. നമുക്ക് ഇതുവഴി ഈ തുറന്നിട്ട് ലീച്ചഡ്സ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം പുറത്തേക്ക് എടുത്താൽ മതി. അത് നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ബിന്നാണ് ഒരു വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ 2 ബിന്നിൽ ഫസ്റ്റ് ബിന്ന് നമ്മൾ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ബാക്ടീരിയൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഇത് എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒരു കൾച്ചറാണ്. അപ്പം ഈ ബാക്ടീരിയൽ കൾച്ചറിൻ്റെ പ്രത്യേകത ഇത് നമ്മളെ ഭൂമിയിൽ തന്നെയുള്ള ബാക്ടീരിയാസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഫുഡ് വേസ്റ്റിൻ്റെ കൂടെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റായിട്ട് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു ലിറ്റർ സൊല്യൂഷനാണ്. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 മാസമൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയായിരിക്കും. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും, ചെറിയ ചെറിയ ഹോൾസ് കാണാൻ പറ്റും. അതുവഴി ഇതിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന ലിക്വിഡ് കണ്ടൻറ്റ് എപ്പോഴും താഴത്തേക്ക് പുറത്തേക്ക് പോകും. അത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് തുറന്നിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഫുഡ് വേസ്റ്റ് ഇടുന്നു, അതിൻ്റെ മുകളിൽ ഈ ഒരു ബാക്ടീരിയ കൾച്ചർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മളൊരു 1 മന്ത് എടുക്കും ഈ ഒരു ബിന്ന് ഫുള്ളായി തീരാൻ വേണ്ടിയിട്ട്. ഡെയിലി നമുക്കൊരു 1-2 കിലോ ഒക്കെ നമുക്ക് ഈ ഒരു ബിന്നിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ബില്ല് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളത് വളരെ എയർടൈറ്റായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് വേറെ പുഴുകളോ കാര്യങ്ങളോ ഒന്നും പോയില്ല. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ബിന്ന് തുറന്നിട്ട് ഈ നമ്മൾ ആദ്യം ചെയ്ത പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ഇലകൾ, ഈ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് ഈ ഫുഡ് വേസ്റ്റിൻ്റെ മുകളിൽ ഇടയ്ക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർബൺ കണ്ടൻറ്റ് കുറച്ചും കൂടി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് വളരെ നല്ല രീതിയിൽ നടക്കും. കൂടുതൽ അറിയുന്നതിന് ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. വാട്സപ്പ് നമ്പറും അവൈലബിൾ ആണ്.